നമസ്കാരം. പശ്ചിമേഷ്യയെ മുൾമുനയിൽ നിർത്തിയ ഇറാന് നേരെയുള്ള അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും ആക്രമണത്തിന് താൽക്കാലിക വിരാമമാകുമ്പോൾ ഇപ്പോൾ പ്രതിക്കൂട്ടിൽ നിൽക്കുന്നത് അമേരിക്കയും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമാണ്. ഡൊണാൾഡ് ട്രംപിൻ്റെ അസ്ഥിരമായ നിലപാടുകൾ തന്നെയാണ് ഇപ്പോൾ ആഗോള വ്യാപകമായി ചർച്ച ചെയ്യപ്പെടുന്നത്. ഒരു കാര്യത്തിനും കൃത്യമായ നിലപാടുകളില്ലാതെ ഓരോ ദിവസവും ഓരോ തീരുമാനങ്ങൾ പ്രഖ്യാപിക്കുന്ന, അതിൽ നിന്ന് പിന്നോട്ട് പോകുന്ന ഡൊണാൾഡ് ട്രംപ് അമേരിക്കയ്ക്ക് തന്നെ വലിയൊരു നാണക്കേടായി മാറി എന്നാണ് അമേരിക്കൻ ജനത പോലും ഇപ്പോൾ വിശ്വസിക്കുന്നത്. ഇറാനെ പോലെയുള്ള ഒരു രാജ്യത്തെ വളരെ നിഷ്പ്രയാസം താൻ കീഴടക്കുമെന്ന് ആദ്യഘട്ടത്തിൽ പ്രഖ്യാപിച്ച ഡൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം പിന്നീട് അങ്ങോട്ട് തിരിച്ചടികളുടെ കാലഘട്ടമായിരുന്നു നേരിടേണ്ടി വന്നത്. ഈ ഒരു മാസത്തിനുള്ളിൽ അമേരിക്കയ്ക്ക് ഉണ്ടായ കനത്ത സാമ്പത്തിക നഷ്ടം, അവരുടെ പ്രതിരോധ മേഖലയ്ക്കുണ്ടായ നഷ്ടം, എത്രയോ വിമാനങ്ങൾ നഷ്ടപ്പെട്ടത്, ഇതൊക്കെ തന്നെ അമേരിക്കക്കാരുടെ മുന്നിൽ ഡൊണാൾഡ് ട്രംപിനെ വളരെ മോശമായ ഒരു ഇമേജാണ് ഉണ്ടാക്കി കൊടുത്തിട്ടുള്ളത്. ഇറാനെ വളരെ വേഗം കീഴടക്കാമെന്നാണ് ഡൊണാൾഡ് ട്രംപ് കരുതിയിരുന്നത്. അതിൻ്റെ ഒരു പ്രത്യാഘാതം തന്നെയാണ് അദ്ദേഹം ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഒരു ദിവസം കൊണ്ട്, അതായത് കഴിഞ്ഞ ദിവസം രാത്രി 8 മണിയോടുകൂടി ഒരു നാഗരികതയെ തന്നെ താൻ ഇല്ലാതാക്കും എന്ന് പ്രഖ്യാപിക്കുകയും അത് ശിലായുഗത്തിലേക്ക് ഇറാനെ കൊണ്ടുപോവുകയും ചെയ്യുമെന്നൊക്കെ ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചിരുന്നതിൽ നിന്ന് അദ്ദേഹത്തിന് വളരെ പെട്ടെന്ന് തന്നെ പിന്മാറേണ്ടി വന്നു. വർഷങ്ങൾക്ക് മുമ്പ് വിയറ്റ്നാമുമായുള്ള യുദ്ധത്തിനിടയിൽ അന്നത്തെ ഒരു സൈനിക മേധാവി ശിലായുഗത്തിലേക്ക് ബോംബിടുക എന്നാണ് അമേരിക്കക്കാരോട് അല്ലെങ്കിൽ അമേരിക്കൻ സൈനികരോട് നിർദ്ദേശിച്ചത്. അതായത് വിയറ്റ്നാമിനെ പുരാതന ശിലായുഗത്തിലേക്ക് കൊണ്ടുപോവുക എന്നുള്ളതായിരുന്നു അദ്ദേഹം ഉദ്ദേശിച്ചത്. അതിന് ഏതാണ്ട് സമാനമായ രീതിയിൽ തന്നെയാണ് ഇവിടെ ഡൊണാൾഡ് ട്രംപും പറഞ്ഞത്. ഇറാനിൽ അവശേഷിക്കുന്ന അവരുടെ സാംസ്കാരിക തനിമയുടെ പ്രതീകങ്ങളെയും അതുപോലെ അവിടെയുള്ള എല്ലാ സ്മാരകങ്ങളും എല്ലാം താൻ തകർത്ത് തരിപ്പണമാക്കി ഇനി 100 വർഷം കഴിഞ്ഞാൽ പോലും അവർക്ക് അത് പുനർനിർമ്മിക്കാൻ കഴിയാത്ത രീതിയിലേക്ക് മാറ്റുമെന്നാണ് അദ്ദേഹം പ്രഖ്യാപിച്ചിരുന്നത്. പക്ഷേ ഡൊണാൾഡ് ട്രംപ് ഒരു കാര്യം മാത്രം ഓർത്തിരുന്നില്ല. നേരത്തെ വിയറ്റ്നാമിലെ ശിലായുഗത്തിലേക്ക് കൊണ്ടുപോകുമെന്ന് പറഞ്ഞ ജനറൽ അന്ന് അയാൾക്ക് അബദ്ധം പറ്റിയതാണെന്ന് പിന്നീടാണ് മനസ്സിലായത്. 60,000-ഓളം അമേരിക്കൻ സൈനികർക്കാണ് വിയറ്റ്നാമുമായുള്ള യുദ്ധത്തിൽ ജീവൻ നൽകേണ്ടി വന്നത്. 60,000-ഓളം അമേരിക്കൻ സൈനികർ അന്ന് കൊല്ലപ്പെട്ടത് പിന്നീട് അമേരിക്കയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ നാണക്കേടുകളൊന്നായി മാറിയിരുന്നു. ഏതാണ്ട് ഇത് തന്നെയാണ് ഇറാഖിലും അഫ്ഗാനിസ്ഥാനിലും എല്ലാം അമേരിക്ക ഇടപെട്ടപ്പോൾ ഉണ്ടായത്. ഒരു രാജ്യത്തിൻ്റെ ഭൂപ്രകൃതിയെക്കുറിച്ചോ അവിടുത്തെ മറ്റു കാര്യങ്ങളെക്കുറിച്ചോ ഒന്നും തന്നെ വ്യക്തമായ ഒരു ധാരണയും ഇല്ലാതെ അവിടേക്ക് പട്ടാളത്തെ പറഞ്ഞയക്കുമ്പോൾ അവർ വലിയ തോതിലുള്ള തിരിച്ചടി നേരിടേണ്ടി വരും എന്നുള്ള കാര്യം ഒരിക്കലും അന്നത്തെ അമേരിക്കൻ ഭരണാധികാരികളും ഇന്ന് അമേരിക്ക ഭരിക്കുന്ന ട്രംപും ചിന്തിച്ച് കാണില്ല എന്ന് തന്നെ വേണം കരുതാൻ. ഇറാൻ എന്ന് പറയുന്നത് ഒരു ചെറിയ രാജ്യമല്ല, അത് വളരെ അസാമാന്യ വലിപ്പമുള്ളൊരു രാജ്യമാണ് എന്നും അവിടുത്തെ ഭൂപ്രകൃതി അമേരിക്കക്കാർക്ക് ഒരിക്കലും താങ്ങാൻ കഴിയാത്ത രീതിയിലുള്ള അത്രയും പരുക്കനായ ഒന്നാണ് എന്നുള്ള കാര്യം ട്രംപ് ഓർത്തില്ല എന്ന് വേണം കരുതാൻ. വ്യോമാക്രമണങ്ങളിലൂടെ മാത്രം ഒരു രാജ്യത്തെ നശിപ്പിക്കാൻ കഴിയുകയില്ല എന്ന സത്യവും ഡൊണാൾഡ് ട്രംപ് മനസ്സിലാക്കിയിട്ടില്ല എന്നാണ് ഇപ്പോൾ പ്രതിരോധ വിദഗ്ധർ ഉൾപ്പെടെയുള്ള അമേരിക്കയിലെ വളരെ പ്രധാനപ്പെട്ട പലരും വിലയിരുത്തുന്നതും ട്രംപിനെ കുറ്റപ്പെടുത്തുന്നതും. വ്യോമാക്രമണം കൊണ്ട് മാത്രം ഒരു രാജ്യത്തെ നശിപ്പിക്കാൻ കഴിയുകയില്ലെന്നും കരയുദ്ധത്തിന് ഇറങ്ങിയാൽ അത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ആത്മഹത്യാപരമായിരിക്കുമെന്നും നേരത്തെയും പല പ്രതിരോധ വിദഗ്ധരും മുന്നറിയിപ്പ് നൽകിയിരുന്നു. അമേരിക്ക അവരുടെ ഏതാണ്ട് 2000-ലധികം വരുന്ന കര സൈനികരെ അവിടേക്ക് നിയോഗിച്ചിരുന്നു. പക്ഷേ അവർക്ക് അവിടെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല എന്ന് മാത്രവുമല്ല, ഇറാൻ്റെ കൈവശമുള്ളത് 11 ലക്ഷത്തിലധികം വരുന്ന കരസേനയാണ്. അവരോട് ഏറ്റുമുട്ടാൻ ഇറങ്ങിയാൽ, അതും ആ ഭൂപ്രകൃതിയുമായി വളരെ കൃത്യമായ ബന്ധമുള്ള അവരോട് ഏറ്റുമുട്ടാൻ ഇറങ്ങിയാൽ കനത്ത തിരിച്ചടി ഉറപ്പാകും എന്നുള്ള കാര്യം എന്തുകൊണ്ട് ട്രംപ് ഓർത്തില്ല എന്നാണ് ഈ പ്രതിരോധ വിദഗ്ധർ ഇപ്പോൾ ചോദിക്കുന്നത്. അതേസമയം ഇറാനാകട്ടെ ഹോർമസ് കടലിടുക്കിൻ്റെ നിയന്ത്രണം പൂർണ്ണമായി ഏറ്റെടുത്തും പാശ്ചാത്യ രാജ്യങ്ങൾ ഉൾപ്പെടെ എല്ലാ രാജ്യങ്ങളെയും മുൾമുനയിൽ നിർത്തിയും അതേസമയം ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങളെയൊക്കെ തന്നെ അതിന് ഇളവ് നൽകുകയും പരമാവധി ഇന്ത്യൻ കപ്പലുകൾ അല്ലെങ്കിൽ ചൈനയുടെ കപ്പലുകൾ കടത്തി പോകാൻ അനുവദിക്കുകയും ഫ്രഞ്ച് പ്രസിഡന്റ് അമേരിക്കൻ പ്രസിഡന്റ് വിമർശിച്ചപ്പോൾ അവരുടെ കപ്പലുകൾ കടന്നു പോകാൻ അനുവദിക്കുകയും ചെയ്തതിലൂടെ ഇറാൻ അവരുടെ നയതന്ത്ര കൗശലമാണ് അവിടെ പ്രകടിപ്പിച്ചത്. ഇവിടെ എല്ലാം ഒറ്റപ്പെട്ടു പോയിക്കൊണ്ടിരുന്നത് അമേരിക്ക തന്നെയായിരുന്നു എന്നുള്ളതാണ് വാസ്തവം. മാത്രവുമല്ല, ഗൾഫ് രാജ്യങ്ങൾക്കെല്ലാം തന്നെ ഇപ്പോൾ സൈനിക സംരക്ഷണം നൽകുന്നത് അമേരിക്കയാണ്. ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങൾക്ക് പോലും അമേരിക്കയുടെ ഈ ഒരു കഴിവിൽ സംശയമുണ്ട് എന്നാണ് കരുതപ്പെടുന്നത്. ഖത്തറും കുവൈറ്റുമെല്ലാം ഇറാനുമായി ഈയിടെ കൂടുതൽ അടുക്കാനായി ശ്രമിക്കുന്നത്, അത് യുദ്ധം ആരംഭിച്ചതിന് ശേഷം കൂടുതലായി അടുക്കാനായി ശ്രമിക്കുന്നതൊക്കെ തന്നെ ഇത്തരത്തിലുള്ളൊരു നീക്കത്തിൻ്റെ ഭാഗമായിട്ടാണോ എന്ന് സ്വാഭാവികമായും നമ്മൾ സംശയിക്കേണ്ടി വരും. അമേരിക്കയുടെ കൈവശമുണ്ടായിരുന്ന ടോമഹോക്ക് ഇനത്തിൽപ്പെട്ട മിസൈലുകൾ ഉൾപ്പെടെ വലിയ തോതിൽ അവയ്ക്ക് കുറവ് സംഭവിച്ചിരിക്കുന്നു. ഇവയെല്ലാം തന്നെ നിർമ്മാണം നടത്തണമെങ്കിൽ അതിന് ഒരുപാട് സമയം ഇനിയും എടുക്കും.
വെറുതെ ഇറാനിൽ കൊണ്ടുപോയാൽ ടെഹ്റാനിലും പരിസര പ്രദേശങ്ങളിലുമൊക്കെ ആയിരക്കണക്കിന് ബോംബുകളും മിസൈലുകളും ഒക്കെ വർഷിച്ച് വെറുതെ തങ്ങളുടെ ആയുധ ശേഖരത്തിലെ വലിയൊരു ഭാഗം തന്നെ ഇവർ ഇല്ലാതാക്കി. അത് ട്രംപിൻ്റെ പിടിവാശി കൊണ്ടാണ് എന്നാണ് ഇപ്പോഴും അമേരിക്കക്കാർ വിശ്വസിക്കുന്നത്. ഇതൊക്കെ തന്നെ ഭാവിയിൽ മറ്റേതെങ്കിലും കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കാമെന്ന്, മറ്റേതെങ്കിലും രാജ്യവുമായി ഏറ്റുമുട്ടേണ്ടി വന്നാൽ ഉപയോഗിക്കാൻ വേണ്ടി വെച്ചിരുന്ന ആയുധങ്ങളെ മുഴുവൻ എടുത്ത് ഇറാനിൽ വെറുതെ പാഴാക്കി കളഞ്ഞുവെന്നും ഒടുവിൽ ഇപ്പോൾ മധ്യസ്ഥത പറഞ്ഞ് എങ്ങനെയെങ്കിലും ഈ യുദ്ധം ഒന്ന് അവസാനിപ്പിച്ച് കിട്ടിയാൽ മതി എന്ന് പറഞ്ഞ് ട്രംപ് ഇറങ്ങി പുറപ്പെട്ട് 2 ആഴ്ചയ്ക്കുള്ളിൽ ഇനി എങ്ങനെയെങ്കിലും ഒത്തീർപ്പുണ്ടാക്കി തലയൂരാനാണ് ട്രംപ് ശ്രമിക്കുന്നത് എന്നും എല്ലാവർക്കും നന്നായിട്ട് അറിയാം. കാരണം യുദ്ധം ചെയ്യാൻ ഇറങ്ങിയ കാലഘട്ടത്തിലെ പോലെ അല്ല ഇപ്പോഴത്തെ അവസ്ഥ എന്നുള്ള കാര്യം യാഥാർത്ഥ്യം ഒടുവിൽ ട്രംപിനെ ആരോ പറഞ്ഞ് മനസ്സിലാക്കിച്ചിരിക്കുന്നു എന്ന് തന്നെ വേണം കരുതാൻ. മാത്രമല്ല, അമേരിക്ക ഉയർത്തുന്ന ഈ ഒരു ഭീഷണിയെ നേരിടാൻ തങ്ങൾ ആണവായുധം നിർമ്മിക്കണം എന്നുള്ള ഒരവസ്ഥയിലേക്ക് ഇറാനിലെ സാധാരണക്കാരായ ജനങ്ങളെ കൊണ്ടുപോലും ചിന്തിപ്പിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നുവെന്നും ഉത്തര കൊറിയ പോലെ ഇറാനും വലിയ തോതിൽ ആണവായുധങ്ങൾ നിർമ്മിച്ച് അതും കൊണ്ട് ഇറങ്ങുകയാണെങ്കിൽ അത് ഒരുപാട് രാജ്യങ്ങൾക്ക് ഭാവിയിൽ ബുദ്ധിമുട്ടുണ്ടാക്കും എന്നുള്ള കാര്യം ട്രംപ് എന്തുകൊണ്ട് ഓർത്തില്ല എന്നാണ് മറ്റു പലരും ചോദിക്കുന്നത്. കൂടാതെ ആഗോളതലത്തിൽ തന്നെ ഇന്ധനങ്ങൾക്ക്, അത് എണ്ണയ്ക്കാണെങ്കിലും അതുപോലെ പാചകവാതകത്തിനാണെങ്കിലും ഒക്കെ തന്നെ ദൗർലഭ്യം അനുഭവപ്പെട്ടതൊക്കെ ഡൊണാൾഡ് ട്രംപിനെതിരെ ആളുകൾ തിരിയാൻ പ്രധാന കാരണമായി എന്നാണ് കരുതപ്പെടുന്നത്. ഈ യുദ്ധത്തിൻ്റെ എല്ലാ അടിസ്ഥാന ആണിക്കല്ല് എന്ന് പറയുന്നത് ട്രംപിൻ്റെ പിടിവാശിയും അറിവില്ലായ്മയും എടുത്തുചാട്ടവുമാണ് എന്ന് തന്നെയാണ് ഇപ്പോഴും പലരും വിശ്വസിക്കുന്നത്. കൂടാതെ ട്രംപിൻ്റെ വിശ്വസ്തരായിരുന്ന JD വാൻസ്, അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ് ഉൾപ്പെടെയുള്ളവർ ഇത്തരം വിഷയങ്ങളെ തന്നെ മൗനം പാലിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് എല്ലാവർക്കും അറിയാം. അടുത്ത പ്രസിഡന്റ് ആവാൻ വേണ്ടി കാത്തിരിക്കുന്ന വ്യക്തിയാണ് JD വാൻസ്. വെറുതെ ഈ ട്രംപിൻ്റെ വാക്ക് കേട്ട് ട്രംപിനൊപ്പം നിന്നുകൊണ്ട് ഇതിനെന്തെങ്കിലും ഒത്തുതീർപ്പുണ്ടാക്കാനൊക്കെ ശ്രമിച്ചാൽ താനും കുടുങ്ങും എന്നുള്ള കാര്യം അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഒരുപക്ഷെ പാകിസ്ഥാനുമായി ചൈനയുമായൊക്കെ തന്നെ ചർച്ച നടത്തി എങ്ങനെയെങ്കിലും ഈ പ്രശ്നം പരിഹരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതല്ലാതെ ട്രംപിൻ്റെ നയങ്ങളെ പരസ്യമായി പിന്തുണയ്ക്കാൻ വൈസ് പ്രസിഡന്റായ JD വാൻസ് പോലും ഇനിയും തയ്യാറായിട്ടില്ല എന്നുള്ളതും ട്രംപിന് നേർക്ക് വരുന്ന വലിയൊരു വെല്ലുവിളി തന്നെയാണ്. കൂടുതൽ വിദേശ യുദ്ധങ്ങളിലേക്ക് ഇല്ല അമേരിക്ക എന്നൊരു പ്രഖ്യാപനവുമായിട്ടാണ് ട്രംപ് കഴിഞ്ഞ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. ഇത് വിശ്വസിച്ച സ്വന്തം പാർട്ടിയിലെ അനുയായികളെയും നേതാക്കളെല്ലാവരും തന്നെ ട്രംപ് വഞ്ചിച്ചതായിട്ടാണ് ഇപ്പോൾ പലരും കണക്കാക്കുന്നത്. മാത്രമല്ല, ബോർഡ് ഓഫ് പീസ് എന്ന ലോക സമാധാനത്തിനായി ഒരു സംഘടന തന്നെ രൂപീകരിച്ച, അതിൽ ഭീഷണിപ്പെടുത്തിയ പല രാജ്യങ്ങളെ അംഗങ്ങളായി ചേർത്ത അതേ ട്രംപ് തന്നെ, അതായത് നോബൽ സമ്മാനം വാങ്ങാൻ, സമാധാനത്തിൽ നോബൽ സമ്മാനം വാങ്ങാൻ ഉടുപ്പ് വെച്ചിരിക്കുന്ന ഡൊണാൾഡ് ട്രംപ് തന്നെ ഇത്തരത്തിലുള്ള ഒരു ക്രൂരമായ കൃത്യത്തിന് ഇറങ്ങുകയും ഒരു രാജ്യത്ത് തന്നെ താൻ തീർത്ത് കളയുമെന്ന് പ്രഖ്യാപിക്കുകയൊക്കെ ചെയ്യുന്നത് പരസ്പര വിരുദ്ധമാണ് എന്ന് ട്രംപിൻ്റെ മാനസിക നിലയെക്കുറിച്ച് പോലും പലരും സംശയം പ്രകടിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് പോലും എത്തിയിരിക്കുന്നു. ഏതായാലും തൽക്കാലത്തേക്കെങ്കിലും 2 ആഴ്ചത്തേക്ക് യുദ്ധത്തിന് വിരാമമാകുമ്പോൾ അവിടെ ഇപ്പോൾ നാണം കെട്ട് തലകുനിച്ച് നിൽക്കുന്നത് ഒരു സംശയവുമില്ല, അത് ട്രംപ് തന്നെയാണ്.